ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ ഫലപ്രദമാണോ എന്നൊരു സ്വയം പരിശോധന നിങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ടും ഇത് തുടങ്ങിയപ്പോൾ മുതലും അത് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്താനുള്ള ശ്രമങ്ങൾ തന്നെ ഞാൻ പറയാതെ തന്നെ അഭിലാഷിന് അറിയാമല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങുമ്പോൾ അതിനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എടുക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അശ്രാന്ത പരിശ്രമം എന്ന് പറയുന്ന പോലെ തന്നെ നിരന്തരമായിട്ട് അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഈ വിൻസിയുടെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ശരിക്കും ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതിനു മുൻപൊക്കെ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും വളരെ ഗോപ്യമായിട്ട് ചില സംഘടനകളുടെ അകത്ത് മാത്രം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇത് അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കാം എന്ന രീതിയിൽ തീർന്നതായിട്ടൊക്കെ ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കത് പബ്ലിക്കിലേക്ക് ഒരിക്കലും വരാൻ സാധിക്കില്ല. ഇപ്പോഴും ഏത് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇത് പറയാൻ പേടിക്കുന്നത്, ഇത് പറഞ്ഞാൽ പറയുന്ന ഞാൻ നാളെ ഉണ്ടാവില്ല, എനിക്ക് വേറൊരു ജോലിയില്ല, അല്ലെങ്കിൽ ഞാൻ പാഷനേറ്റ് ആയിട്ട് വന്നൊരു ജോലിയാണ്, എനിക്കിവിടെ തുടരാൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പം നേരത്തെ താങ്കൾ ഉപയോഗിച്ച വാക്ക് ഇൻട്രോസ്പെക്ഷൻ, ഇത് ആരൊക്കെ അത് ചെയ്യണമോ ഞങ്ങൾ ഒരു സംഘടന മൊത്തമായിട്ട് ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ സിസ്റ്റം മൊത്തം എല്ലാവരും അതിലിരുന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു പ്രശ്നത്തെ ഞങ്ങൾക്ക് ഒരു സന്തോഷം തന്നെ അതാണ്, അത് മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്കാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും അത് ഓരോ വ്യക്തിപരമായ സംഘടനകളിൽ കൂടിയോ അല്ലെങ്കിൽ ഇത് ട്രാൻസ്പെറൻസി ഇല്ലാതെ ഡൈല്യൂട്ട് ആയിട്ടോ ഇത് ഹാൻഡിൽ ചെയ്യപ്പെടില്ല. അപ്പോൾ വിൻസിയുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന വളരെ ശക്തമായ ഒരു തീരുമാനത്തിലൂടെ ഞങ്ങൾക്ക് സിനിമാ ലോകത്തുള്ള മറ്റുള്ളവർക്കും ധൈര്യം കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അഭിലാഷ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അവിടെ ശ്രീമതി റാണി, പരാതികളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ മോണിറ്ററിംഗ് സമിതിയാണല്ലോ, അപ്പൊ ഈ സിനിമ ഐസികൾക്ക് കൃത്യമായി പരാതി കിട്ടുന്നുണ്ടോ, അതോ നിയമം ഒരു ഐസി ഉണ്ടാക്കണമെന്ന് അനുശാസിക്കുന്നത് കൊണ്ട് ഐ സി ഉണ്ട് എന്ന് കാണിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ? അതല്ലെങ്കിൽ ഐസിയിൽ പരാതി കിട്ടുകയും അതിൽ പരിശോധന നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്താണ് മോണിറ്ററിംഗിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? തുടക്ക സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്ന പ്രൊഡക്ഷൻ ഹൗസുകളും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ഉണ്ട്. അവരെക്കുറിച്ച് പറയാതെ പോകുന്നത് വളരെ മോശമായിരിക്കും, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അവരത് വളരെ കൃത്യമായി തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. ചിലരെന്താണെന്ന് വെച്ചാൽ അവിടെ ആ പേപ്പർ കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല, ഇങ്ങനെ 4 പേര് മതി, ഏതെങ്കിലും 4 പേരിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ്, അതായത് ഞങ്ങൾക്ക് ഒരു 2024 മെയിലെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മുടെ ഹൈക്കോർട്ടിൽ ജഡ്ജസ് ചേംബർ അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ഐസികളുടെയും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും ഒക്കെ ആളുകളും നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ജഡ്ജിയും നമ്മുടെ പൂങ്കുഴലി മാം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, സജിത ചേച്ചിയും ഞാനും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ച് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറഞ്ഞതിന് ശേഷം പിന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷവും അതിന് മുമ്പ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല പറയണത്, ഞങ്ങളത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, കാരണം സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ ചെയർമാൻ ഈ കാര്യത്തിൽ വളരെ പെർട്ടിക്കുലറാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പോകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ പെർട്ടിക്കുലറാണ്. അപ്പം ഞങ്ങൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ചില തമാശകൾ ഞങ്ങൾ കാണാനിടയായിട്ടുണ്ട്. അത് ആരുടെങ്കിലും പേരെഴുതി നീ എഴുതി ഒപ്പിട്ട് കൊടുത്തോ എന്നൊക്കെ ഒരു സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ മാനേജരോട് പറയുകയും അത് അപ്പം തന്നെ നമുക്ക് അവരെ ശകാരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ശാസിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നിന്നൊക്കെ കാര്യങ്ങളെ ഈ ഒരു സമയം കൊണ്ട് ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം പോലും പൂർണ്ണമായ അവബോധമില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. ഈ ഒരു സംഭവം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറയില്ല, ഒന്ന് കലങ്ങി തെളിയുക എന്ന് പറയുന്നത് പോലെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരാൻ കാര്യങ്ങൾ എല്ലാവർക്കും, ഇപ്പോൾ ഒരു തൊഴിലിടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അത് അവരുടെ തൊഴിലിടമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇത് പോകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി.